നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കാൻ ജപിക്കേണ്ട മന്ത്രത്തെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ മന്ത്രം നിങ്ങൾ ദിവസവും വിളക്ക് തെളിയിക്കുന്ന നേരത്ത് ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നെന്നും നമ്മോടൊപ്പം ഉണ്ടാകുമെന്നതാണ്. ഈ മന്ത്രം ജപിക്കുന്നത് ഒരു വീട്ടിലെ ദാരിദ്ര്യം വിട്ടൊഴിഞ്ഞ് സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വളരെ ഗുണം ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ വീട്ടിൽ രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജപിക്കാവുന്ന മന്ത്രമാണെങ്കിൽ കൂടിയും ഇത് എപ്പോഴും ജപിക്കുന്നത് അതീവ ശ്രേഷ്ഠം തന്നെയാണ്. നിത്യേന നിലവിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴെല്ലാം മന്ത്രം ജപിക്കാവുന്നതാണ്. അധികം നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതില്ല എന്നത് ഈ മന്ത്രത്തിൻ്റെ വലിയൊരു സവിശേഷത കൂടിയാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊന്നും പ്രത്യേകമായ സമയമൊന്നും നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് ഒരു പ്രത്യേക സമയം നോക്കണമെന്ന് യാതൊരുവിധ ആവശ്യവുമില്ല. ഈ മന്ത്രം നിത്യവും വീട്ടിൽ ജപിക്കുന്നതിലൂടെ ഐശ്വര്യവും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള കടബാധ്യതകളും മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരാൻ ഈ ഒരു മന്ത്രജപം വളരെ ഗുണകരമാണ്. ഇത് എല്ലാവരും തന്നെ നിത്യവും എല്ലാ സമയവും ജപിക്കുന്ന മന്ത്രമാണ്. നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ശീലമാക്കേണ്ടതാണ്. നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു അറുതി വരുന്നതാണ്. നിങ്ങളുടെ ഏതൊരു പ്രവൃത്തിയിലും എല്ലാം തന്നെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മോടൊപ്പം എന്നും കൂടെ ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രം എപ്പോഴും ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. ഒരു ദിവസം എത്രത്തോളം ജപിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ജപിക്കാൻ ശ്രദ്ധിക്കുക. ഈ മന്ത്രജപം മൂലം ഒട്ടനവധി ആളുകൾ ജീവിതത്തിൽ ഉന്നതിയിലെത്തിയ അനേകം ആളുകൾ നമ്മളുടെ ഇടയിൽ തന്നെ ഇപ്പോഴുമുണ്ട്. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും എല്ലാവർക്കും ദർശനം നടത്താൻ സാധിച്ചെന്നു വരില്ല. എന്നാൽ ഈ ഒരു മന്ത്രജപം നിത്യവും ജപിച്ചാൽ നിങ്ങൾക്ക് പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം വീട്ടിലിരുന്നും ലഭിക്കുന്നതാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണിത്. നമുക്കെല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ ഗുരുവായൂരപ്പനായി ആരാധിക്കുന്നത്. അതിനാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ മേൽ ചൊരിയണമെന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ജപിക്കേണ്ടത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഗായത്രി മന്ത്രമാണ്. വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും സ്ഥാനമുണ്ടാകില്ല എന്നതാണ് വാസ്തവം. അത്രയ്ക്ക് മഹത്തായ മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രം. സാധാരണ നമ്മൾ ഭഗവാന്റെ നാരായണനാമം ജപിക്കുന്ന അതേപോലെ തന്നെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രം. ഇത് ജപിക്കുന്നതിന് പ്രത്യേക നിഷ്ഠകളും ക്രമങ്ങളും ഒന്നും പാലിക്കേണ്ടതായില്ല. ഏതൊരു സമയത്തും ഈ മന്ത്രം ജപിക്കാം. വളരെ ഭക്തിയോടെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഭക്തിപൂർവ്വം വിശ്വാസത്തോടെ ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. സമ്പത്ത് വർദ്ധിക്കാനായി ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദിവസവും ഈ മന്ത്രം നിങ്ങൾക്ക് കഴിയുന്നത്ര ജപിക്കുക. ഭഗവാൻ ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഭക്തിപൂർവ്വം വീട്ടിലിരുന്ന് ഗുരുവായൂരപ്പൻ്റെ നാമം ജപിക്കുന്നവർക്ക് ആ മഹാ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, മനഃശാന്തി എല്ലാം നേടാൻ കഴിയുന്നതാണ്. ഭഗവാന്റെ കരുണ ലഭിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.